എന്താടാ എന്തേലും പണിണ്ടാ? എന്തേലും പണിയുണ്ടോന്നോ? എന്തേലും പണിണ്ടാ? എന്തോ കാര്യം സാധിക്കാണ്ടല്ലോ. അമ്മ അച്ഛനോട് ഒന്ന് പറയ്ക്ക് സൈക്കിൾ വാങ്ങി തരാം. അത് മോൻ തന്നെ പറഞ്ഞാ പോരടാ. അമ്മ പറയ്. ശരി, അച്ഛനെവിടെ? അച്ഛൻ കുളിച്ചു കഴിഞ്ഞ് വന്നിട്ടുള്ളത് തോന്നുന്നു. ശരി, അച്ഛനോട് ചായ കുടിക്കാൻ വരാം. അമ്മ ചായ എടുത്തിട്ട് വരാം. ചെല്ല്. അച്ഛാ ചായ കുടിക്കാ. വാ മോൻ വാ, ചായ കുടിക്കട്ടാ. പ്രകാശേട്ടാ, വരി ചായ കുടിക്കാം. അല്ലോ സന്നെ, ഇന്ന് ചമ്മന്തി നിറച്ചില്ല. സമ്മന്തിക്ക് മുളകൊന്നുമില്ലാന്നേ. വാ നമുക്ക്. നിങ്ങൾ അങ്ങോട്ട് തിന്നാൻ നോക്കി, സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ അമ്മയും മോനും കൂടി കുശുകുശുപ്പ്? എന്താണ് എന്താ? അത് വേറൊന്നുമല്ലാന്നേ, ഓനൊരു സൈക്കിൾ വേണമെന്ന് പറയാണ്. അത് പ്രശ്നം, അവന് സൈക്കിൾ വാങ്ങിക്കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസ ഒത്തു വരട്ടെ, ഞാൻ വാങ്ങിക്കൊടുക്കാം. ഇപ്പോൾ അവൻ സ്കൂളിലേക്ക് സ്പോർട്സിന് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തില്ല. ആ പീടികയിൽ ഇനിയും പൈസ ബാക്കി കൊടുക്കാനാണ്. ഇജ്ജ് എന്താന്ന് മനസ്സിലാക്കുന്നത് എന്തുട്ടാ? എന്റെ കൂട്ടുകാരൊക്കെ സൈക്കിളായിട്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിരിക്കണം. ഞാൻ എന്ത് ചെയ്യാ? അതിന് മോനെ അച്ഛൻ വാങ്ങി തരാന്ന് പറഞ്ഞില്ല. എന്തുട്ടാ വാങ്ങി തരും അച്ഛൻ. പൈസ തൽക്കാലം ചായ കുടിക്കും. മോനെ നന്ദുട്ടാ, സമാധാനായില്ല നിങ്ങൾക്ക്? എന്ത് സമാധാനായി? ഇയാണ് ഈ കുട്ടികളെ കൊഞ്ചിച്ച് വഷളാക്കണത്. എല്ലാം ചെയ്ത അമ്മമാർക്കാ കുറ്റം. പിന്നെ ആർക്കാണത് കുറ്റം? ഈ പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ കുട്ടികൾക്ക്. അന്നൊരൊറ്റ കാരണമാണത്. ഓന്റെ കൂട്ടുകാരൊക്കെ സൈക്കിളും കൊണ്ടുവരുക, കുട്ടിക്കും ഉണ്ടാവില്ല ഒരു പൂതി. കുട്ടിക്ക് പൂതി ഉണ്ടാകും. എന്റെ കയ്യിലൊന്നും ഒത്തു വന്ന ഞാൻ വാങ്ങി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞില്ല. ബസ്സന്നെ, നിങ്ങളെ അവസ്ഥയൊന്നും കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. പിന്നെ ആരവസ്ഥയാ പറയേണ്ടത്? ഒരു 1000-1500 ഉറുപ്പിലുള്ള അതൊന്ന് വാങ്ങി കൊടുത്തൂടെ നിങ്ങൾക്ക്? ആ സൈക്കിളിന്റെ വില എത്രയെന്ന് നമുക്കറിയോ? 10,500 ഉറുപ്പ്യ. 1000-1500 വാങ്ങി കൊടുത്തൂടെ? ഇജ്ജ് എന്താണ് മനസ്സിലാക്കാത്ത കാര്യങ്ങള്? 10,500 ഉറുപ്പ്യാണ് സൈക്കിളിന്റെ വില. ഇന്റെ നേരക്ക് ചാടിയിട്ട് എന്താ കാര്യങ്ങള്? നിങ്ങളെ അവസ്ഥ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? മനസ്സിലാവില്ലെങ്കിൽ വേണ്ട. ഇജ്ജാണ്ട് കുടിച്ചോട് ചായ. ഇപ്പം എൻ്റെ സ്കൂളിലേക്ക് സ്പോർട്സിന് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അത് മുഴുവൻ ഞാൻ വാങ്ങിക്കൊടുത്തില്ലേ. ആ പീടികയിൽ ഇനിയും പൈസ ബാക്കി കൊടുക്കാനാണ്. എനിക്ക് റൗണ്ട് ആടാ. ഇതിന്റെ അച്ഛൻ ദുബായിൽ നിന്ന് വന്നപ്പോ കുറഞ്ഞൊന്നാണ്. അണുക്കാൻ കാരണം അച്ഛനോട് പോയി പറയണ്ടാടാ. എനിക്ക് റൗണ്ട് ആട്ടടാ. പോടാ അവിടുന്ന്. പോടെ തടിയ.
എന്താ പ്രകാശേട്ടാ പണിയില്ലേ? പണിയൊക്കെ മോശമാണ് ഇപ്പോൾ. ഒറ്റ മാസം ഇപ്പോൾ മോശമാണ്. ഒരു സ്ട്രോങ് ചാട്ടിയാണ്. നിമിഷം സ്ട്രോങ് ചെയ്യാൻ എടുക്കുക. ഒരു 1000-1500 ഉറുപ്പിലുള്ള ഒന്ന് വാങ്ങി കൊടുത്തുകൂടെ നിങ്ങൾക്ക്? എന്താ കടിയുള്ള പരിപ്പുണ്ടോ? കടി പരിപ്പോടുണ്ട്, പരിപ്പോട, സമൂസ. 2 പരിപ്പൊടി, ഒരു ഉള്ളിവടി. എൻ്റെ മോണ്ട് വരുന്നത് തൊട്ടേ ഒരിടത്ത് കൊടുക്കാനിട്ടാണ്. അപ്പോൾ എത്ര ദിവസമായി മൊത്തം? പ്രകാശ ആ ബാബേട്ടനോ? കേറിയിരിക്കോ ഏട്ടാ? അവിടെ ചാടിച്ചോ? അവര് മാറ്റണ്ട് ഇപ്പൊ വരും. ഇന്നലെ പിള്ളേരെ കൂടെ വേൾഡ് കപ്പ് കാണാൻ പോയി. ഉറങ്ങി ക്ഷീണം കൊണ്ട് മാറില്ലേ? നേരം പോയി. അവിടെ ഇവിടെ കാണണം. അവൻ വന്നാലേ കടയിൽ സാധനം ഏൽപ്പിച്ചിട്ടുണ്ട്, വാങ്ങിക്കൊണ്ടിരാൻ പറയട്ടാ. ഞാൻ പോവാ, മഴ വരുന്നുണ്ട്. പെട്ടെന്ന് മഴ കൂടുതലാക്കുമ്പോഴേക്കിനെ പോവാ. എൻ്റെ മോനല്ല വരുന്നത്? എന്റെ മോൻ തന്നെയുള്ളത്. എൻ്റെ മോന് സൈക്കിൾ വാങ്ങി കൊടുത്തിരുന്നാ? ഞാൻ സൈക്കിൾ ഒന്നും വാങ്ങിക്കൊണ്ടില്ല, വേണമെന്ന് പറഞ്ഞിട്ട് കുറെ കാലമായി. എന്നാ കട്ടെടുത്ത് തന്നാവൂലേ? ആ വക വർത്തമാനം മേലെ പറയുന്നത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഏത് ഉദ്ദേശിച്ച് പറഞ്ഞാലും ശരി. ഇതാ സൈക്കിള്? ഏത് ചങ്ങായിന്റെ? ഏത് അക്കരമുള്ള ഫ്രണ്ടിന്റെ? ഈ സൈക്കിള് കേടെന്നിട്ട് ഞാൻ നന്നാക്കുള്ള പൈസ ഞാൻ തരണ. ഈ സൈക്കിൾ വേറെ കൊണ്ടു കൊടുക്ക്. പിന്നെ ആ പീടിയിൽ ഞാൻ സാധനം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അത് വാങ്ങിട്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കട്ടാ. വേഗം കൊണ്ടു കൊടുക്ക്. നന്ദുട്ടാ, മോനേതാ ഏതാ സൈക്കിള്? ഇതിന്റെ കൂട്ടുകാരന്റെയാണ്. കൂട്ടുകാരന്റെയോ? ഏത് കൂട്ടുകാരെ? അമ്മയ്ക്ക് അറിയില്ല, അക്കരയുള്ളതാണ്. അമ്മയ്ക്ക് അറിയാത്തൊരു കൂട്ടുകാരനോ ഇങ്ങനെ സൈക്കിൾ തരാൻ മാത്രം? നിങ്ങളോടൊക്കെ ഞാൻ എത്ര ദിവസമായി പറഞ്ഞൊരു സൈക്കിൾ നിങ്ങൾ ആരൊക്കെയൊന്നും വാങ്ങി തന്നെയല്ലോ. അച്ഛന്റെ അമ്മേന്റെ ഒക്കെ അവസ്ഥ നിനക്ക് അറിയുന്നതല്ലേ. ഇനി ഇതിന്റെ പിന്നാലെ ആരെങ്കിലും തെരഞ്ഞു വരുമോ? അങ്ങനെയൊന്നും വരില്ല.
എല്ലാം മഴയുള്ള എന്നിട്ടാ ആ സൈക്കിൾ കൊണ്ടു കൊടുത്തില്ല? അത് ഞാൻ അവിടെ പോയപ്പോ ഒരു ടൂർ പോയിട്ട്. എവിടേക്ക്? മൂന്നാർക്ക്. അപ്പൊ ആ സൈക്കിൾ കൊടുക്കണ്ടേ? 4 ദിവസം കഴിഞ്ഞ് കൊണ്ട് കൊടുത്തോളാം. മതിയാ? എന്നാ ശരി. നല്ല ഉണ്ണിപ്പുണ്ടിയാണ്. സൂറാ, ഉണ്ണിപ്പുണ്ടി വാങ്ങിട്ട് പോരെ. അപ്പൊ ഇതാവും. ആടത് എന്റെ സൈക്കിള് സൈക്കിള് പോയി, അത് നോക്കി വന്നാ. സൈക്കിൾ ഇവിടെ അന്നെ ഇവിടുന്ന് കാണാതെ ആരാണ്? ഞാൻ ഇവിടെ അടുത്തുള്ള കാക്ക, ഇവിടെ അടുത്തുള്ളതാണ്. ഇവിടെ അടുത്തുള്ളത് കുറച്ച് അപ്പുറത്തുള്ള. ഒരു വർത്താനം പറയുമ്പോ 2-3 ദിവസമായി എന്റെ സൈക്കിള് പോയിട്ട് കാണാതായി. അപ്പൊ അങ്ങനെ വന്നാ. നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, എന്തെങ്കിലുമൊക്കെ തോരട്ട് കണ്ടാല് സോറി ഞങ്ങൾക്ക് മനുഷ്യന്മാർക്ക് കൂടുതൽ സംസാരിക്കുന്നത്. സോറി സോറി. ജുനേദേ, ആ മനോജേ, എന്തോടോ നല്ല ആലോചനയിലല്ല? ആ അത് വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. എല്ലാ സുഖല്ലേ? ആ കുഴപ്പമില്ല സാർ. എന്താ പരിപാടി? ഇപ്പൊ നാട്ടിൽ തന്നെയാണ്, പോക്കൊക്കെ നിർത്തില്ലേ? തട്ടിമുട്ടി പോണ്. അതല്ലേ? എന്തായി വീടിനൊക്കെ എന്തായി? വീടിന്റെ കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. പണിക്കാരെ കിട്ടിയാ? പണിക്കാരെ കിട്ടാനാ പ്രയാസം. ആരെങ്കിലും പണിക്കാരുണ്ടോ കയ്യില്? പണിക്കാരുണ്ട്, മലയാളികൾ പറയാം നമ്മളെ ആൾക്കാർ. ആരായാലും കുഴപ്പമില്ല, അവരെ നമ്പർ ഒന്ന് തരൂ. പ്രകാശയുടെ എന്ന് പറഞ്ഞ ആളുണ്ട്, വിളിച്ചാൽ അവന്റെ പണി ഏറ്റെടുത്താലും മുഴുവനായി തന്നോളൂ. ആ നമ്പർ ഒന്ന് പറയും. ഞങ്ങൾ ഇവിടെ റോഡിന്റെ അവിടെ നിന്ന് കേറിക്കണേ. ലേശം കൂടി മുന്നോട്ട് മുന്നോട്ട് എങ്ങോട്ടാണ്? കിട്ടൂലേ പണി? അതൊക്കെ എങ്ങനെ പിടിക്കും? ബംഗാളികളാണ് പുള്ളി പിടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മള് സ്വീപ്പായി കളി. കിട്ടൂലേ? അത് ഇങ്ങനെ നാളെ നോക്കി. അപ്പൊ പണിയൊക്കെ നിങ്ങൾ എടുക്കുമല്ലോ? വളരെ ഭംഗിയാക്കി എടുക്കാം. ഞാൻ 2-3 ദിവസത്തിന് ഉണ്ടാവില്ല, ബാംഗ്ലൂർ പോകാൻ. ടൈലൊക്കെ നോക്കി വരാം, മാർബിൾ ടൈലോ എന്താ വെച്ചാൽ നോക്കി വരാം. അപ്പൊ പറഞ്ഞ മാതിരി നിങ്ങൾ എന്തായാലും അതിന്റെ പണി തീർക്കണം കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങൾ ഏകദേശം പണി തീർത്ത് തരാം. ഓക്കെ. എന്താ പണിയൊന്നും നടന്നിട്ടില്ലല്ലോ? പണിയൊക്കെ നടക്കുന്നില്ല. പണി വേറെ ഭാഗങ്ങൾ കഴിഞ്ഞ, അവിടെ അടുത്ത ഭാഗങ്ങളൊക്കെ കുറെ കഴിഞ്ഞല്ല. അല്ല, പ്രകാശിനോടെ ഓരോ പൈകുളത്ത് വീണ് ഹോസ്പിറ്റലിൽ ആയിരുന്നു, ഇപ്പൊ വീട്ടിലാണ്. തന്നെ? നമുക്കൊന്ന് വീട്ടിലൊന്ന് പോയി പോരാ. ആ വീട്ടിൽ പോവാ. എന്നാ എപ്പോഴാ കൊണ്ട് ഇപ്പത്തെ പോവാ? ഓ ആയിക്കോട്ടെ.
ആ ബാബേട്ടനോ അവിടെ ബാബേട്ട എന്താ പുതിയ ആള്? വീട് പണിക്ക് മുതലാളിയാണ്. ആ കേറി ഇരിക്കട്ടോ. ഇത്ര വലിയ മുറിയായിരുന്നോ? ഓപ്പറേഷൻ ചെയ്തല്ലേ, കമ്പ്യൂട്ടർ. ഡോക്ടർ എന്താ പറഞ്ഞു? 6 മാസം റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞു. 6 മാസോ? 6 മാസല്ലേ? 6 മാസത്തിന് നിങ്ങൾ വീട് പണി പൂർത്തീകരിച്ചു തരാട്ടാ. പ്രകാശ് ചേട്ടാ എന്നാ ഞാൻ ചായ എടുത്തിട്ട് വരാം. എന്നാ ചായ എടുത്തിട്ട് വാ. അല്ല എന്നാ വെള്ളെങ്കിലും എടുത്തു. ഒന്നും വേണ്ട. ഹലോ ഹലോ ഹലോ, എന്താ ഇവിടെ റേഞ്ച് ഇല്ല? പുറത്തേക്ക് ഇറങ്ങിയ റേഞ്ച് ഒന്നോ. ഹലോ. ആ ആ അതെ അതെ ആ ഞാൻ കുറച്ച് ലേശം ദൂരെ എത്താം. പിന്നെ ഞാൻ വന്നിട്ട് വിളിക്കട്ടോ. എപ്പോൾ വരും? ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും. ആ ആ എവിടെ? ഇല്ല 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 ഇല്ല. ആ ആ ജോലിയൊന്നും ഇല്ലാത്തതല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ചാവി ഇതെന്റെ സൈക്കിളാണല്ലോ, ഇത് എന്റെ സൈക്കിളാണല്ലോ. ഇതെങ്ങനെ ഇവിടെ എത്തി? നന്ദുട്ടന്റെ കൂട്ടുകാരന്റെ സൈക്കിളാണത്. അല്ല അല്ല അല്ല, ഞാനിത് വ്യായാമം ചെയ്യുമ്പോൾ അവിടുന്ന് എന്റെ സൈക്കിള് തിരിച്ചു വരുമ്പോൾ ആരോ കൊണ്ടുപോയതാ. ഞാൻ കേട്ടൊക്കെ സത്യമാണോ പ്രകാശ? ഈ പറഞ്ഞൊക്കെ സത്യമാണോ പ്രസന്നെ? എനിക്കൊന്നും അറിയൂല, അയാൾ അങ്ങനെയല്ലേ പറയണേ. നന്ദൂട്ടിൽ എവിടെ പോയി? ഓൻ പീടിയിലേക്ക് പോയതാ. അല്ല പ്രകാശ, ഞാൻ അന്നേ എന്നോട് പറഞ്ഞതാണ് എന്റെ മോൻ സൈക്കിൾ കെട്ടുമെന്നാണെന്ന്. അപ്പൊ എന്തേ പറഞ്ഞത്? എന്റെ മോൻ അങ്ങനെ ഒന്നും കക്കൂല, ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ എന്തായി പ്രകാശ? എന്തായി പ്രസന്റെ? നന്ദുട്ടാ, നന്ദുട്ടാ, എന്താ എന്നെ വിളിക്കുന്നേ? ഞാൻ ഈ കേട്ടോട്ട് സത്യമാണോ? അയാള് പറഞ്ഞ അയാളാണ് സൈക്കിളിന്. ഇത് ആരുടെ സൈക്കിൾ? എന്താ സത്യം?
എങ്ങോട്ടാണ് പോണ്? ഞാൻ പോവാ. എങ്ങട്ട്? എൻ്റെ അമ്മയ്ക്ക് അച്ഛനും എന്നെ വേണ്ട, ഞാൻ പോവാ. ഈ ഇങ്ങോട്ട് വാ. എനിക്കുണ്ടായിരുന്നു ഇതുപോലൊരു കുട്ടിക്കാലം. അന്ന് ഒരു മീൻകാരൻ്റെ സൈക്കിള് മോഷ്ടിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് അയാളത് കണ്ടുപിടിച്ച് എൻ്റെ വാപ്പ എൻ്റെ മരത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ഒരുപാട് തല്ലി. എന്നിട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. നിന്റെ അച്ഛനത് പറഞ്ഞപ്പോൾ നീ എത്രമാത്രം വിഷമിച്ചിരുന്നു എനിക്ക് മനസ്സിലായി. അന്ന് രാത്രി ഞാൻ വീട് വിട്ടിറങ്ങി. പിന്നെ ഞാൻ തിരിച്ചു വരുന്നത് വലിയൊരു പണക്കാരനായിട്ടാണ്. തിരിച്ചെൻ്റെ വാപ്പൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ ഈ സൈക്കിളും ഉണ്ടായിരുന്നു. ഇനി മുതൽ അച്ഛനും അമ്മനൊന്നും വേദനിപ്പിക്കരുത് കേട്ടോ. അച്ഛനമ്മ എന്തെങ്കിലും പറയുമ്പോൾ ചൂടായി പുറത്ത് ഓടിപ്പോലല്ല കേട്ടോ. ഇനി മുതൽ നിനക്കുള്ള ഈ സൈക്കിള്. എനിക്കോ? നിനക്കല്ലടാ. അവിടെ പോന്ന പോവാ. പിന്നെ പ്രകാശ് പോട്ടെ. പിന്നെ ഞാൻ എൻ്റെ സൈക്കിള് തിരഞ്ഞ് നടന്നുകൊണ്ടുള്ള പ്രശ്നമാണ്. മാപ്പാക്കണം. പിന്നെ അവനെ തല്ലൊന്നും വേണ്ട കേട്ടോ. പോട്ടെ. പ്രകാശ നന്ദട്ട അമ്മന്റെ മോനെ സന്തോഷാണേടാ. പ്രകാശേട്ടാ